അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂദാവൂദ് സബക്ക് 9. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബും ഫി തംറിൽ അജ്വത്തി. അജ്വ കാരക്കട വിരിക്കുന്നുള്ള ബാബാണ്. അജ്വ കാരക്ക അല്ലേ? കാരക്ക കേട്ടുകണ ഒരുപാട്. അജ്വ കാരക്ക പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് മദീനയിലെ അജ്വകാരക്കും പ്രത്യേകത ഉണ്ട്. ശേഷം പറയുന്നുണ്ട്. തമ്പ്ര എന്നാ പറഞ്ഞത്. തമ്പ്രത്ത് പറഞ്ഞ ഒരു കാരക്ക. തമ്പ്ര എന്ന് പറഞ്ഞ സ്മജമ്മാണ്. ചുരുങ്ങിയത് 3 കാരക്കളുണ്ടാവും. قال أبو داود رحمه الله حدثنا إسحاق بن إسماعيل قال حدثنا سفيان عن ابن أبي نجيه عن مجاهد عن سعد أنه قال. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരിൽത്തു, ഞാൻ രോഗിയായി, എനിക്ക് രോഗം ബാധിച്ചു. അങ്ങനെ അതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ അടുത്തേക്ക് അള്ളാഹിൻ്റെ റസൂൽ വന്നു. യഊദുനി, എന്നെ രോഗം സന്ദർശിക്കുന്നതായ നിലക്ക് മുത്തനബിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ടോ ഫവളഅതഹു, മുത്തനബി അവിടുത്തെ കൈവച്ചു. ബൈന സദിയയ്യ, എൻ്റെ 2 മുലകൾക്കിടയിൽ എന്ത് ചെയ്തു? മുത്തനബി കൈവച്ചു. ഹത്താത്തോളത്തോളം വജത്തു ഞാൻ എത്തിച്ചു. ബറതഹ, ആ മുത്തനബിയുടെ കൈയിൻ്റെ തണുപ്പിനെ. ഹാന്നുള്ള മീർ എതിലേക്ക് മടക്കാം. ആ മുത്തനബിയുടെ കൈയിൻ്റെ തണുപ്പിനെ എത്തിച്ചു. ഫിഫു ആദി, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ. മുത്തനബി കൈവച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ഒരു കുളിർമ. എന്നിട്ടോ ഫക്കാൽ, മുത്തനബി പറഞ്ഞു, ഇന്നക്ക, തീർച്ചയായും നീ റജുലൻ മഫൂദൻ, നീ ഫുആദ് രോഗം പിടിക്കപ്പെട്ട റജുലാണ്. അതാ ഹൃദയരോഗം. നിനക്ക് പ്രശ്നം എവിടെയാണ്? ഹൃദയത്തിലെ പ്രശ്നം നിൻ്റെ. അതുകൊണ്ട് എഴുത്തിന് ചൊല്ലുക. അൽ ഹാരിസബന കലത്തത്ത എന്ന ഒരു വൈദ്യരുണ്ട്. ആ ഹാരിസബിന് കലത്തത്ത എന്ന അടുത്തേക്ക് നീ ചൊല്ലുക. അഥവാ അഹ സഖീഫിൻ, സഖീഫിൻ്റെ സഖീഫ് ഗോത്രത്തിൽപ്പെട്ട, അഹറ സഹോദരനല്ല, സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ഹാരിസുബിന് കൽദ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീ ചൊല്ലുക എന്ന് മുത്തനബി പറഞ്ഞു. ഫൈന്നഹു, തീർച്ചയായും ഹാരിസുബിന് കൽദത്ത് എന്ന വ്യക്തി റജുലിൻ, ഒരാളാണ്. യതതൊബ്ബബു, അദ്ദേഹത്തിന് ചികിത്സിക്കറിയാം. അദ്ദേഹത്തിന് ചികിത്സിക്കേണ്ട രൂപത്തിൽ നല്ല രീതിയിൽ ചികിത്സിക്കാൻ അറിയാം ഇദ്ദേഹത്തിന്. എന്നിട്ടോ മുത്തനബി നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. മുത്തനബി എന്താണ് ഹാരിസുബ്നു കൽദത്ത് എന്ന വ്യക്തി ചെയ്യേണ്ടത് ആരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്? മുത്തനബി കൽപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഫല്യഖുദ്, ഈ ഹാരിസുബ്നു കൽദത്ത് എന്ന വ്യക്തി പിടിക്കട്ടെ 7 തമറാത്ത് മിൻ അജ്വത്തിൽ മദീന, മദീനയിലുള്ള അജ്വ എന്ന കാരക്കയിൽപ്പെട്ട 7 കാരക്കുകളെ ആര് പിടിക്കട്ടെ? ഹാരിസുബ്നു കൽദ എന്ന വ്യക്തി പിടിക്കട്ടെ. മുത്തനബി നിർദ്ദേശിച്ചു കൊടുക്കുക. എന്നിട്ടോ ഫൽ യജഉഹുന്ന, എന്നിട്ട് ആ കാരക്കകളെ കുത്തിച്ചതച്ച് പൊടിക്കട്ടെ. പിന്നെ വാവുന്ന, അവരുടെ കുരുകളോടുകൂടെ, കുരുകളുണ്ടല്ലോ, കാരക്കൻ്റെ കുരടക്കം കുത്തിച്ചതച്ച് പൊടിക്കുക. എന്നിട്ടോ സുമ്മ, പിന്നെ ലിയലുത്തക്ക ബിഹിന്ന, അവകളെ ഹാരിസുബ്നു കൽദത്ത് എന്ത് ചെയ്യട്ടെ? വായിൽ ഉറ്റിച്ചു കൊടുക്കട്ടെ. വായു ഉറ്റിച്ചു കൊടുക്കുക. ലതൂന്ന് പറഞ്ഞാൽ തന്നെ വായിൻ്റെ 2 സൈഡ് ഉണ്ടാവും അല്ലേ? ആ 2 സൈഡിൽ, ഓരോ സൈഡിലൂടെ ഉറ്റിച്ചു കൊടുക്കാൻ ലതൂതെന്ന് പറയുക. അതുകൊണ്ട് ഹാരിസുബ്നു കൽദത്ത് എന്ന വ്യക്തി വായിൽ ഉറ്റിച്ചു കൊടുക്കട്ടെ. ഇവിടെ മുത്തനബി പറഞ്ഞതെന്താ? മദീനയിലെ. അപ്പം മദീനയിലെ അജ്വക്കാരൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. മദീനയിലെ അജ്വക്കാരൊക്കെ ഇപ്പോൾ പല സ്ഥലത്തും ഉണ്ടായിരിക്കും. പക്ഷെ മദീനയിലെ അജ്വക്കാരൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. മദീനയിലെ അജ്വക്കാരക്കപ്പെട്ട 7 കാരക്കൾ. 7 കാരക്കലിൻ്റെ സിറ് എന്താ അള്ളാഹുവിൻ്റെ റസൂലുക്ക് അറിയാം. 7 കാരക്കളെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ മനസ്സിലായത് ഹൃദയരോഗത്തിന്, ഹൃദയമായ സംബന്ധത്തിന് 7 കാരക്ക കഴിക്കൽ നല്ലതാണ് നമുക്ക് മനസ്സിലായി. അടുത്ത ഹദീസ് നോക്കുക. ഹദ്ദസന ഉസ്മാൻ ബിൻ അബി ശൈബത്ത ഖാല ഹദ്ദസന അബൂ ഉസാമത്ത قال حدثنا هاشم بن حاشم عن عامر بن سعد بن أبي وقاص عن أبيه أن النبي صلى الله عليه وسلم قال, തീർച്ചയായും നബി തങ്ങൾ പറഞ്ഞു, മൻ, ആരെങ്കിലും തസബ്ബഹ ബിസബ്ഇ തമറാത്തി അജ്വ, അല്ലേ? മൻ തസബ്ബഹ ബിസബ്ഇ തമറാത്തി അജ്വ, ആരെങ്കിലും അജ്വ കാരക്ക, 7 കാരക്ക, അജ്വ കാരക്ക എഴുതണം. ആ 7 കാരക്കയിൽ നിന്ന് ആരെങ്കിലും വെറും വയറ്റിൽ കഴിച്ചാൽ, സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുക? ആദ്യമായി വെറും വയറ്റിൽ കഴിക്കുന്ന ഭക്ഷണം തന്നെ എന്താ? അതിന് സ്വഭാവം എന്ന് പറയാം. അത് 7 അജ്വ കാരക്കയായി കഴിഞ്ഞാൽ ലം യളുറഹു ദാലിക്കൽ, ആ ദിവസം എന്ത് ചെയ്യില്ല? അവന് ബുദ്ധിമുട്ടാക്കൂല. സുമ്മുൻ, വിഷമോ, വല സിഹറുൻ, സിഹറും ബുദ്ധിമുട്ടാക്കൂല. ആ സിഹറും ഏൽക്കൂല, ഒരു വിഷം ഏൽക്കൂല, മറ്റൊന്നും ഏൽക്കൂല. ആ ദിവസം എന്ത് ചെയ്യണം? വെറും വയറ്റിൽ 7 അജ്വ കാരക്ക കഴിക്കുക. അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.